ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് ആണ് ഒരു പുത്തും വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിവിടുന്ന് ഉടനെ ഒരു യാത്ര പോകണം. നമുക്ക് യാത്ര പോകുന്ന ട്രെയിനിൻ്റെ ഓൾറെഡി സ്റ്റേഷനോട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഈ കാണുന്ന ട്രെയിനാണ് നമുക്ക് പോകാനുള്ള വണ്ടി. വാപ്പ് 4E 22395 വൽസാഡ് ഷെഡിൻ്റെ വാപ്പ് 4 ആണ് കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഏതാണെന്നല്ലേ, മധുരൈയിലേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ് ആണ്. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3യിലേക്ക് ഒരു ട്രെയിൻ കയറി വന്നിട്ടുണ്ട്. 37544 വാപ്പ് 7 MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം മെയിലാണത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി. നമ്മൾ S6ലാണ് നമ്മുടെ യാത്ര. അപ്പോൾ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി ലേറ്റാണ്. ഇപ്പോൾ 4:01 4 മണിക്കായിരുന്നു ട്രെയിൻ ഇവിടുന്ന് റിവേഴ്സൽ കഴിഞ്ഞ് തിരിച്ച് പുറപ്പെടേണ്ടത്. വണ്ടി ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോച്ച് S6. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് 111076 2011 ബിൽറ്റാണ്. തിരുവനന്തപുരം മധുരൈ ജംഗ്ഷൻ അമൃത എക്സ്പ്രസ് S6. കോച്ച് ഇവിടെ കാലിയാവാണ്. എനിക്കൊന്ന് പാലക്കാട് കോട്ട കോച്ചാന്ന് തോന്നുന്നു. ഇവിടുന്നാണ് ഇപ്പോൾ ഇവിടുന്ന് യാത്രക്കാർ ഫുൾ ഇറങ്ങിയിട്ട് ഫ്രഷായിട്ട് പുതിയ സെറ്റ് കയറുക. 10 മിനിറ്റായി. ഇവിടുന്ന് ഇതൊരു ലോക്കോ ഡിസ്കണക്ട് ചെയ്തില്ല. ഇവിടെ റിവേഴ്സലാണ്, പക്ഷേ ലോക്കോ ഇതൊരു ഡിസ്കണക്ട് ചെയ്തിട്ടില്ല. ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ലൈനിൽ നിന്ന് പോയിട്ടില്ല. ഇവിടെ ലോക്കോ ചേഞ്ച് ആണോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. അവിടെ ഇപ്പം LP ഒക്കെ ഇറങ്ങുന്നേ ഉള്ളൂ ലോക്കോയിൽ. അപ്പോൾ ലോക്കോ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാലക്കാട് നിന്ന് പുറപ്പെട്ടു. അവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ്, കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ്. ഇന്ന വണ്ടി കൊച്ചുവേളി വരെ ഉള്ളെന്ന് തോന്നുന്നു. ഇത് ഷൊർണൂർ ഭാഗത്തേക്കുള്ള മെയിൻ ലൈനാണ്. നമ്മൾ പാലക്കാട് ടൗൺ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞു. ഏകദേശം ഒരു ഉടുമൽപേട്ട് വരെയൊക്കെ ഇരുട്ടത്തായിരിക്കും യാത്ര. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ പ്ലാനുണ്ട്, നമുക്ക് നോക്കാം. ജസ്റ്റ് പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കൊല്ലങ്കോട് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊല്ലങ്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് നമുക്ക് പൊള്ളാച്ചിയിലാണ്. അത് കഴിഞ്ഞ് ഉടുമൽപേട്ടിലാണ്. നമ്മൾ പൊള്ളാച്ചി സ്റ്റേഷനിലെത്തി.
നമ്മൾ ജസ്റ്റ് ഉടുമലൈപ്പേട്ട സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഉടുമലൈ സ്റ്റേഷനിലേക്ക് ലൂപ്പിലാണ്. നമ്മളിപ്പോൾ ഒരു അല്പം ലേറ്റാണ്. നമ്മളിപ്പോൾ ഉടുമലൈപ്പേട്ട സ്റ്റേഷനിലേക്ക് എത്തി. ഇപ്പോൾ സമയം 6:17. എനിക്ക് നമ്മളൊരു 10-15 മിനിറ്റ് കണ്ടത് ലേറ്റാന്ന് തോന്നുന്നു. ആണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ. ഇവിടുന്ന് നല്ല തിരക്ക് കയറാനുണ്ട്. പൊതുവേ ഈ റൂട്ടിലെ സ്റ്റേഷനിൽ നിന്ന് അത്യാവശ്യം ആൾ കയറാനുണ്ട്. കാര്യം മധുര ഭാഗത്തേക്കുള്ള ആദ്യത്തെ വണ്ടിയാണിത്. ഇതാണ് മറ്റേ സൈഡ്. നേരം വെളുത്ത് വരുന്നുള്ളൂ. ഗോൾഡൻ റൈസ് നമുക്ക് കാണാം. ജസ്റ്റ് പഴഞ്ഞെത്തി. ഈ കാണുന്നതൊക്കെ വേസ്റ്റ് പൂന കേട്ടോ. വേസ്റ്റ് പൂനൊക്കെ തീ പിടിച്ചാണ് ഈ കാണുന്നത്. ഇന്ന് പുറകിലായിട്ട് മലയുടെ മുകളിൽ പഴനി അമ്പലം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പഴനി സ്റ്റേഷനിലോട്ട് കയറുകയാണ്. മധുരയിലേക്ക് പോകുന്ന വണ്ടികൾ എപ്പോഴും പഴനിയുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 നിർത്തുക. ഈ കാണുന്നതാണ് തോന്നുന്നു സ്റ്റേഷൻ ബിൽഡിങ്. അല്ല, അത് ഇപ്പുറത്ത് വെള്ള കളറിൽ കാണാം. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. നമ്മൾ നിർത്തിയതിന് നേരെ ഫ്രണ്ടിലായിട്ട്.
ഒരു അമ്പലം ഡിസൈനിലൊക്കെയാണ് പണിതിരിക്കുന്നവർ. ജസ്റ്റ് സൂര്യൻ ഉദിച്ച് പുറത്ത് വന്നു. ഞാൻ എന്താ പഴനിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മേടിച്ചിട്ടുണ്ട്. ഇഡ്ഡലി, ആസ് യൂഷ്വൽ ഇഡ്ഡലിയാണ് മേടിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ നോക്കിയപ്പോൾ ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എത്താറായി എന്ന് കണ്ടു. ഇതാണ് സ്റ്റേഷൻ. ബാക്കി ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2 എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ സ്ലാബൊക്കെ മാറ്റിയിട്ട് അവരെന്തോ ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല. കാര്യം ഈ സ്റ്റേഷനൊക്കെ പണിതിട്ട് അധികം കാലം ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് റീബിൽഡിങ് വന്നത് എന്താണെന്നറിയില്ല. ഇതാ എത്തി 22661 ആരക്കോണത്തിൻ്റെ. നല്ല സ്പീഡിലാണ് വരുന്നത്. കാരണം ചെന്നൈ എഗ്മോർ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് വയ പഴനി. ഇത് ഞാൻ ഈ പർട്ടിക്കുലർ ട്രെയിനിൽ ഞാൻ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഡിണ്ടിഗൽ ടു പാലക്കാട്. ഇതിന് ഓപ്പോസിറ്റ് സർവീസ് ട്രാവൽ ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഴനിയിൽ നിന്ന് പുറപ്പെട്ടു. ഒരുപാട് പോലീസുകാരുണ്ട്. ഇന്ന് പൈങ്കുണി ഉത്തരം ദിവസമാണ്, അപ്പോൾ തിരക്ക് കൺസിഡർ ചെയ്തായിരിക്കും പോലീസുകാർ. നൈട്രഗേജ് ആയിരുന്നു തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും അത് അബാൻഡൻ ചെയ്തിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഴനിയിൽ നിന്ന് ഇഡ്ഡലി മേടിച്ചായിരുന്നു. ഇഡ്ഡലി ചട്നി സാമ്പാറാണെന്ന് തോന്നുന്നു. ഇഡ്ഡലി മാത്രമല്ല, വടയില്ല, 4 ഇഡ്ഡലി ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒഡ്ഡൻചത്രം സ്റ്റേഷനോട് എത്തുകയാണ്. ഒരു വാഗ് 9 ഹോളിൻ്റെ ഫ്രൈറ്റർ എടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ ലൈനിൽ ഫ്രൈറ്റർ കാണുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് സ്റ്റേഷനോട്ട് കയറി.
ആരും തന്നെ കയറാനുണ്ടായിരുന്നില്ല. കുറച്ചധികം പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കയറാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. സ്റ്റേഷൻ്റെ ബോർഡൊക്കെ ഊരി വെച്ചിരിക്കുക. എനിക്കൊന്നുകൂടെ റീപെയിൻറ്റിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതായിരുന്നു ഒറ്റഞ്ചത്രം. നമ്മൾ ജസ്റ്റ് ദിണ്ടിഗൽ സ്റ്റേഷനിലേക്ക് കയറാൻ പോകണം. ദിണ്ടുക്കൽ സ്റ്റേഷനിലേക്ക് ഹോം സിഗ്നൽ ഇപ്പോൾ പാസ്സായി. ഇവിടെ നോക്കിയാൽ കരൂർ ലൈൻ കാണാം. അവിടെ ഒരു ലെവൽ ക്രോസ് കാണുന്ന കരൂർ ലൈനിലാണ്. വെയിൽ നേരെ ലെൻസിലേക്കാണ്ട് ക്ലാരിറ്റി കുറവുണ്ടാവും. ഇപ്പോൾ ഇവിടെ 2 സെറ്റ് ലൈനുകൾ കാണാം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. ഒരെണ്ണം കരൂർ ലൈനാണ്. നമ്മളോട് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്നത് കരൂർ ലൈൻ. ഈ തൊട്ടടുത്ത് ചേർന്ന് നിന്ന് കാണുന്നത് ഇത് കരൂർ ലൈനാണ്. അതിനപ്പുറത്തുള്ള ഡബിൾ ലൈന് ട്രിച്ചി ലൈനാണ്. ഈ ലൈനുകളൊക്കെ നമ്മൾ പല പ്രാവശ്യം പല എക്സ്പെഡീഷൻസായിട്ടും കാണിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണ്. ലെഫ്റ്റ് സൈഡിൽ എൻറ്റയർ ദിണ്ടുകൽ യാർഡ് കാണാം. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കാണ് തോന്നുന്നു പോകുന്നത്. 1 അല്ലെങ്കിൽ 2 ആവാനാണ് സാധ്യത. തല പ്ലാറ്റ്ഫോം നമ്പർ 1 കയറി കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിലോട്ട് കാണുന്നതാണ് ബാക്കി സ്റ്റേഷൻ. മൊത്തം 5 പ്ലാറ്റ്ഫോമാണുള്ളത്. വെൽക്കം ടു ദിണ്ടുകൽ ജംഗ്ഷൻ. ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു ഗ്രാനൈറ്റ് ഇട്ടുണ്ട് തറയ്ക്ക്. ഭയങ്കര സ്ലിപ്പറിയ പ്ലാറ്റ്ഫോം. ഇതാണ് നമ്മുടെ കോച്ച് 11076 S6. അപ്പോൾ നമ്മളങ്ങനെ ദിണ്ടുകൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ നമ്മുടെ ഇൻട്രോ ഷോട്ട് എടുത്ത് നല്ല ഇരുട്ടായി പോയല്ലോ. അതുകൊണ്ട് ഒരു പകലൊഴിച്ചിൽ ഷോട്ട് കാണിച്ചു. ബാക്കിലതാണ് നമ്മുടെ ട്രെയിന്.
മധുരൈ ചെന്നിട്ട് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. ആസ് യൂഷ്വൽ നമ്മൾ മധുരയിൽ നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള റൂട്ടാണ്, ഒരു ബെറ്റർ കവറേജിന് വേണ്ടി വീണ്ടും ചെയ്യുന്നതെന്നുള്ളൂ. ഏത് റൂട്ടാണെന്നുള്ളത് വെയിറ്റ് ആൻഡ് സീ. നേരത്തെ എണീറ്റുകൊണ്ടായിരിക്കും, നന്നായിട്ട് വിശക്കുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി മേടിച്ചു. ഇത് പൊങ്കലാണ്, കൊണ്ടുവരാം. പൊങ്കലും വടയും. പൊങ്കലുണ്ട്, വട പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വൃത്തിയായിട്ട്. ചട്നി ഉണ്ട്, കൂടെ സാമ്പാറിന് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് കഴിച്ചേക്കാം. 8:15 കഴിഞ്ഞെങ്കിൽ ഇതുവരെ നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടില്ല. സ്റ്റിൽ വെയിറ്റിംഗ്. എനിക്കൊന്ന് ഇപ്പോൾ ഇവൻ വന്ന് കയറിയിട്ട് മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ് വരാണ്ട്, അത് വന്ന് കയറിയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുള്ളൂ തോന്നുന്നു. സത്യം പറഞ്ഞാൽ മുന്നോട്ട് ഡബിൾ ലൈനാണ്. നമുക്ക് ഇറങ്ങിപ്പോയിട്ട് അവൻ വന്നാൽ മതിയായിരുന്നു. അവൻ എന്തായാലും ലേറ്റാണ്. പക്ഷേ മധുരൈ ഡിവിഷൻ തീരുമാനിച്ചിരിക്കുന്നത് അവൻ പോയിട്ട് നിങ്ങൾ പോയാൽ മതി. വരുന്നതാണ് മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ്, വാപ്പ് 1-22027. ഈ റോഡ് ഡീസൽ ഷെഡിൻ്റെ നല്ല പ്രായമുള്ളൊരു ലോക്കമാണ്. ലോക്കോൻ്റെ സൈഡിൽ തുരുമ്പൊക്കെ കാണാം. നല്ല പരിതാപകരമായ അവസ്ഥയാണ് ലോക്കോൻ്റെ. ട്രെയിൻ എത്തി. ഈ ട്രെയിനിൻ്റെ ബോർഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബോർഡാണ്. ഇതിലെഴുതിയിരിക്കുന്നത് മധുരൈ കോയമ്പത്തൂർ കണ്ണൂർ മാംഗ്ലൂർ എന്നാണ്. മധുരൈ ബേസ് റേക്കാണ്. അപ്പോൾ ഇത് മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ് ആവും, കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആവും. കണ്ണൂരിൽ നിന്ന് തന്നെ മംഗലാപുരം പാസഞ്ചർ സ്പെഷ്യലായിട്ട് പോയി ഓപ്പോസിറ്റും അതേ വഴി വരും. കോയമ്പത്തൂർ എക്സ്പ്രസ് ജസ്റ്റ് പുറപ്പെടാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വണ്ടി വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ട്രിച്ചി ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇന്ന് തിരുനെൽവേലി വരെ പോകുന്നുള്ളൂ. മറ്റേ നാഗർകോവിൽ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. ഇനി പാവം പോയിട്ട് നമ്മൾ പോകുള്ളൂ. കാരണം എന്തായാലും നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സാധാരണ 50 രൂപയൊക്കെ വെച്ചാൽ അവർ ഓവർടേക്ക് ചെയ്യാറ്. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഓവർടേക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ നല്ലൊരു റണ്ണിങ് ഓവർടേക്ക് പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്ത് ചെയ്യാനാണ്, അതേതാ ലോക്കോന്ന് പോലും കാണാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. ഏതോ ഒരു വാപ്പ് 4 ആണ്. ഒരു 2 മാത്രമേ കണ്ടുള്ളൂ. ഏതോ ഒരു വാപ്പ് 4 ആണ്. ഇതാ ഇൻ്റർസിറ്റി പുറപ്പെട്ടു പോയി കഴിഞ്ഞു. ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി. ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നില്ല, ഇന്ന് തിരുനെൽവേലി വരെ പോകുന്നുള്ളൂ. എട്ട് 40 വന്ദേ ഭാരത് വരാണ്ട്. ഇനി അതും കൂടി വരാൻ നമ്മൾ നിർത്തുമോ? ഇപ്പോൾ തന്നെ മണി 8:30 ഇപ്പോൾ സമയം 8:40. നമ്മൾ നല്ല രീതിക്ക് പോസ്റ്റ് 7:55 ഇവിടെ എത്തിയതാണ്. 1 മണിക്കൂറാണ് നമ്മൾ എത്തിയിട്ട്. ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. എനിക്കൊന്ന് വന്ദേ ഭാരത്തും കൂടി വന്നിട്ട് നമ്മൾ വിടില്ലെന്ന് തോന്നുന്നു. വന്ദേ ഭാരത്തിൻ്റെ വേണം തോന്നുന്നു. ഹോണടി കേൾക്കാണ്ട്. അത് തന്നെ വന്ദേ ഭാരത് എത്തി. തിരുനെൽവേലി ചെന്നൈക്കുമൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത്. വന്ദേ ഭാരത് കയറി നമുക്ക് സിഗ്നലായി. ഇപ്പോൾ സമയം 8:43. അപ്പോൾ ഏകദേശം 50 മിനിറ്റോളം, 48 മിനിറ്റ് നമ്മളിവിടെ കിടന്നു. ഇവിടെ ഒന്നല്ല, ഇവിടെ 2 വാപ്പ് 4 ഉണ്ടായിരുന്നു. 2 ആരക്കോണത്തിന് തന്നെ. മുന്നിൽ കിടക്കുന്ന 22872 ആരക്കോണം വാപ്പ് 7. പുറകിൽ കിടക്കുന്ന 22726 അതും ആരക്കോണത്തിന് തന്നെ പഴയ ശതാബ്ദി ഡെലിവറിയിലാണ്. മീൻവായ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ദേ ഭാരത് വിൽ അറൈവ് ഷോർട്ട്ലിന്നാണ് പറഞ്ഞത്. വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട് ഓൾറെഡി.
അപ്പം അങ്ങനെ ദിണ്ടുക്കൽ ജംഗ്ഷൻ കഴിഞ്ഞു.
ഡിണ്ടിഗൽ കുറച്ചധികം നേരം കിടക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ മേക്കപ്പ് ചെയ്തു. നമ്മളിപ്പോൾ സമയനല്ലൂർ എത്താറേ, നമുക്കിനൊരു കഷ്ടി ഒരു 10-13 കിലോമീറ്ററും കൂടി ഉള്ളൂ മധുര എത്താൻ. ഇപ്പോൾ സമയം 9:21 ആയതേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 9:30-9:45 ആകുമ്പോഴേക്കും എന്തായാലും മധുര ചെന്ന് കയറുമെന്നാണ് തോന്നുന്നത്. സമയനല്ലൂർ സ്റ്റേഷനായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു അൺഷെഡ്യൂൾഡ് ഹോൾട്ട് നടത്തിയിട്ട് എടുക്കുക. നമ്മളിത് ജസ്റ്റ് കൂടൽ നഗർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കൂടൽ നഗർ എന്ന് പറയുന്നത് മധുരൈ ജംഗ്ഷന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ്. ഇവിടുന്ന് ഒരു എനിക്ക് 6 കിലോമീറ്ററോ മറ്റുമാണ് മധുരയിലേക്ക് ഉണ്ടാവുക. ആ കാണുന്ന ലൈനിൽ കൂടൽ നഗർ ഗുഡ് ഷെഡിലേക്ക് പോകുന്നതാണ്. അവിടെ ഒരു മേജർ ഫ്രൈറ്റ് ആൻഡ് ലോഡിംഗ് ഫെസിലിറ്റി അങ്ങോട്ട് പോകുന്ന ലൈനാണ് കാണുന്നത്. അവിടെ നിന്നൊരു ലെവൽ ക്രോസ് വഴി റോഡ് വരുന്നത് കാണാം. ആ റോഡാണ് സ്റ്റേഷനിലേക്ക് വരുന്ന റോഡ്. ഇത് കൂടൽ നഗർ സ്റ്റേഷനാണ്. ഇത് മറുവശത്തെ പ്ലാറ്റ്ഫോം ലൂപ്പ് ലൈനിലാണ്. പിന്നെ അപ്പുറത്തോട്ടായിട്ട് ഒരു ബലാസ്റ്റ് സൈഡിങ്ങും അതുപോലെ ട്രാക്കുകളൊക്കെ റെയിലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൈഡിങ്ങും ഒക്കെ ഉണ്ട്. മെയിൻറ്റെയിൻ അല്ല, സ്റ്റോർ ചെയ്യുന്ന ഒരു സൈഡിങ്ങും ഉണ്ട്. നമ്മൾ കാത്തു നിൽക്കുന്നതിനൊക്കെ അപ്പ് ലൈനിലെ സിഗ്നൽ പച്ചയായി. അപ്പോൾ ഏതോ ടുവേർഡ്സ് ഡിണ്ടുകളിൽ ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. സെയിം ടൈം നമ്മുടെയും പച്ചയായി, നമ്മളും പുറപ്പെടുകയാണ്. അതായത് ഡിണ്ടുഗലിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയ ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി നമ്മുടെ തൊട്ട് മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവം. നമ്മൾ സമയനല്ലൂർ എത്തിയപ്പോൾ അവൻ കൂടൽ നഗർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കൂടൽ നഗർ എത്തിയപ്പോൾ അവനിപ്പോൾ മധുരൈ ജംഗ്ഷനിൽ കയറിയിട്ടുണ്ടാവും. അതാണ് സംഭവം. ഇതാണ് കൂടൽ നഗർ സ്റ്റേഷൻ. ഓപ്പോസിറ്റ് ലൈനിലൊരു വാപ്പ് 7 ഹൗൾഡ് ട്രെയിൻ വരുന്നുണ്ട്. ഇവിടെ മാറി കിടക്കുന്നത് ബോഡിനായകന്നൂർ, MGR ചെന്നൈ സെൻട്രൽ ബോഡിനായകന്നൂർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ റേക്കാണ്. എനിക്കൊന്ന് ഇവിടെ കൊണ്ടുവന്നു പാർക്ക് ചെയ്യുന്നത്.
സെങ്കോട്ടെ ഈറോഡ് എക്സ്പ്രസ് ആയിരുന്നു. വണ്ടി ഏറെക്കുറെ കാലിയാണ്. ജസ്റ്റ് ഫോർ ചേഞ്ച് നമ്മളെ പിടിച്ചിട്ടാണ് നേരെ കയറ്റി വിടുക കേട്ടോ. നമ്മളിതാ വൈകൈ നദി കടക്കുകയായി. നമ്മളിതാ ജസ്റ്റ് മധുരൈ സ്റ്റേഷനോട് കയറുകയാണ്. റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. ഇതാണ് മധുരൈ ജംഗ്ഷൻ സ്റ്റേഷൻ. റൈറ്റിലല്ല, നമ്മുടെ സൈഡിൽ തന്നെ പ്ലാറ്റ്ഫോം. EDDSന് 22015, ഇപ്പോഴത്തെ റോയപ്പുറത്തിന് 30556. പിന്നെ കുറേ ലോക്കോസ് ഉണ്ട് ഇവിടെ. ചെറുപറ ലോക്കോസാണ്. ആ കിടക്കുന്ന 37037 EDLSൻ്റെ, അത് മധുരൈ കാച്ചിഗുഡ എക്സ്പ്രസ്സിന് ഉച്ചയ്ക്ക് പോകും. ഇത് മധുരൈ ബോഡി, മധുരൈ രാമേശ്വരം, മധുരൈ ഡിണ്ടിഗൽ. വലിയ ബോർഡാണ്. ഇതിപ്പോൾ എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ മധുരയിലേക്ക് എത്തി. വെൽക്കം ടു മധുരൈ ജംഗ്ഷൻ. പിന്നെ ഇപ്പോൾ ഞാൻ പോയി എൻ്റെ ബാഗൊക്കെ എടുത്ത് വന്നിട്ട് ബാക്കി വിശേഷം നമുക്ക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അങ്ങനെ മധുരൈ ജംഗ്ഷനിലെത്തി. ഈ ലെഫ്റ്റ് കിടക്കുന്ന ഡിണ്ടിഗൽ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയ തിരുവനന്തപുരം ഇൻ്റർസിറ്റിയാണ്. ഈ കിടക്കുന്നത് നമ്മുടെ ട്രെയിനാണ്. അപ്പോൾ എല്ലാവർക്കും മധുരയിലേക്ക് സ്വാഗതം. നമുക്ക് ഫ്രണ്ട് ഇവിടെ നിന്ന് ലോക്കോ ഒന്ന് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ പുറത്ത് പോയിട്ട് നമ്മുടെ അടുത്ത വീഡിയോ ഇവിടെ നിന്ന് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. മധുരയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. മധുരയിൽ നിന്ന് ഞാൻ അടുത്തൊരു യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അത് എങ്ങോട്ടാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അതൊരു പുതിയ റൂട്ടല്ല, നമ്മൾ ആ റൂട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ആ റൂട്ടൊന്ന് റീഡൂ ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ ലോക്കോ 22395 വത്സാഡിൻ്റെ. ഞാൻ എപ്പോഴും റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് കപ്പിൾ ചെയ്തിട്ട് അത് തന്നെ വർക്ക് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ ട്രെയിൻ 16343 തിരുവനന്തപുരം മധുരൈ ജംഗ്ഷൻ അമൃത എക്സ്പ്രസ്. നമ്മുടെ ലോക്കോ പുറത്തോട്ട് ഷണ്ട് ഔട്ട് ചെയ്യുന്ന കണ്ടിട്ട് പോകുന്ന വെച്ച് നിന്നതാണ്. അപ്പോൾ അത് അപ്പുറത്തു നിന്നൊരു DP4D വരുന്നു, 40572 പൊന്മല ഷെഡിൻ്റെ, ഗോൾഡൻ ടോപ്പ് ഷെഡിൻ്റെ. അതെങ്ങോട്ട് ഏത് ട്രെയിനുള്ളതെന്ന് അറിയില്ല. അതിപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ 3 ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്തിന് നമ്മുടെ ലോക്കോണുള്ള ഷണ്ട് സിഗ്നലായി. നമ്മളെ കൊണ്ടൊന്നും ലോക്കോ അത് ഷണ്ട് ഔട്ട് ചെയ്യുക. ഷണ്ട് ഔട്ട് ചെയ്ത് പോകുന്നത് കാണാം. അങ്ങനെ 22395 വത്സാഡിന് വാപ്കോറി പുറത്തു പോയി.
അപ്പോൾ നമ്മളെ മധുരയിലെത്തിച്ചു. നമ്മളെ മധുരയിൽ എത്തിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ദൗത്യം അവൻ കറക്റ്റായിട്ട് നിർവഹിച്ചിട്ട് അവൻ പുറത്തു പോയി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ ഒന്ന് AC വെയിറ്റിംഗ് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ അടുത്ത യാത്ര ഇവിടുന്ന് 11:20 തുടങ്ങും. 11:20 ഇവിടെ തുടങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഏതാ വണ്ടി എന്നുള്ളത്. ഗസ് ചെയ്യാൻ പറ്റാത്തൊരു ടൈം ടേബിൾ എടുത്ത് നോക്കുക, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. ബൈ.